വിശദമായ വാർത്തകളിലേക്ക്. പീപ്പിൾ ബിഗ് എക്സ്ക്ലൂസീവ്. മദ്യനയത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇരട്ടത്താപ്പ് പുറത്ത്. മദ്യവർജനമാണ് കേരളത്തിൽ പ്രായോഗികമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മദ്യാസക്തിയുള്ള കേരളത്തിൽ മദ്യം നിരോധിച്ചാൽ വ്യാജ മദ്യമൊഴുകുമെന്നും ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന വീഡിയോ വൈറലാകുന്നു. ഏറ്റവും വലിയ ശത്രുവാണ്. എന്നാ പിന്നെ അത് അങ്ങ് നിരോധിച്ചുകൂടെ എന്ന് വേണേ ചോദിക്കാം. ഗവൺമെന്റിന്റെ നല്ല വരുമാനം, അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്ന് ഒക്കെയാണ്. അതല്ല, ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് വരെ നമുക്ക് ആക്ഷേപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മദ്യാസക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അങ്ങോട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം. മദ്യത്തെ എതിർക്കുന്നവരെല്ലാം സംഘടിതമായി പ്രചരണം നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. താൻ മുഖ്യമന്ത്രിയാകുമെന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച വാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് VS അച്യുതാനന്ദൻ. ഭാവി മുഖ്യമന്ത്രി ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും പറയാത്ത വാക്കുകൾ വായിൽ തിരുകി കയറ്റാനുള്ള ചില മാധ്യമങ്ങളുടെ ശ്രമം തെമ്മാടിത്തരമെന്നും VS പറഞ്ഞു. ഇതെല്ലാം ശുദ്ധാസംബന്ധമാണ്. ഞാന് എന്നെ വന്ന് കണ്ട മാധ്യമങ്ങളോട് പറഞ്ഞത്, ഭാവി മുഖ്യമന്ത്രിയാകുന്നത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും എന്നാണ്. അതിനെ വിരുദ്ധമായിട്ടുള്ള നിലയിലാണല്ലോ ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത്. എൻ്റെ വായിലേക്ക് തന്നെ തിരിച്ച് തള്ളിക്കൊണ്ടുള്ള മാധ്യമപ്രവർത്തകരെന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരും കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം, അത് തെമ്മാടിത്തരമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് VS അച്യുതാനന്ദന്റെ ചുട്ട മറുപടി. ചാരക്കേസിൽ കരുണാകരനെ പുകച്ചു പുറത്തു ചാടിച്ച നീക്കങ്ങൾ പൂർണ്ണമായും മറന്നുപോയ മട്ടിലാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് VS ഫേസ്ബുക്കിൽ കുറിച്ചു. ലാവ്ലിനിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മറ്റൊരു മേൽക്കോടതി വിധി വരുന്നതുവരെ തന്റെ നിലപാടിലും മാറ്റമില്ലെന്ന് VS ചൂണ്ടിക്കാട്ടി. പാർട്ടിയുടെയും മുന്നണിയുടെയും സീനിയർ നേതാവായ പിണറായി വിജയനെതിരെ പ്രസംഗിച്ച് ധർമ്മടത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഉമ്മൻചാണ്ടി വേറെ ആളെ അന്വേഷിക്കണമെന്നും VS പരിഹസിച്ചു. TP ചന്ദ്രശേഖരൻ വധം അങ്ങേയറ്റം അപലപനീയമാണെങ്കിലും RMPയെ ഉപയോഗിച്ച് UDF നടത്തുന്ന രാഷ്ട്രീയ കച്ചവടത്തിന് അരുനിൽക്കാൻ തന്നെ കിട്ടില്ലെന്നും VS പറഞ്ഞു. R ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമല്ലെന്നും ആ നില തുടരുകയും ചെയ്യുമെന്നും VS വ്യക്തമാക്കി. കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബുവിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് നല്ലളം പോലീസ് കേസെടുത്തു. ഇന്ത്യൻ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 125 അനുസരിച്ച് മതസാമുദായിക സ്പർദ്ധയും വർഗീയ ധ്രുവീകരണവും സൃഷ്ടിക്കുന്ന പ്രസംഗം നടത്തിയെന്നാണ് കേസ്. ബേപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആദം മുൽസിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് കാണിച്ച് BJP സ്ഥാനാർത്ഥി നൽകിയ പരാതിയിലാണ് നല്ലളം SI റിയാസ് ചാഗിരി കേസ് രജിസ്റ്റർ ചെയ്തത്. വിവാദ സന്യാസി സന്തോഷ് മാധവന് ഭൂമി അനുവദിച്ചതിന് പിന്നിൽ വ്യവസായ വകുപ്പാണെന്ന് വ്യക്തമാക്കുന്ന മന്ത്രിസഭാ കുറിപ്പ് പുറത്ത്. 127 ഏക്കർ ഭൂമിക്ക് ഭൂപരിധി ഇളവ് നൽകണമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പിന്നീട് തീരുമാനം വിവാദമായപ്പോൾ പിൻവലിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് ഫെബ്രുവരി 25 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വ്യവസായ വകുപ്പ് വച്ച കുറിപ്പാണ് പുറത്തു വന്നത്. സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ കൃഷി പ്രോപ്പർട്ടീസ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകണമെന്നാണ് കുറിപ്പിലെ ആവശ്യം. സ്വകാര്യ മേഖലയിൽ IT പാർക്ക് സ്ഥാപിക്കാൻ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് അനുവദിക്കണമെന്ന വ്യവസായ വകുപ്പിന്റെ ആവശ്യം മന്ത്രിസഭ അതേപടി അംഗീകരിക്കുകയായിരുന്നു. വൈക്കത്തെ സമൃദ്ധി പ്രൊജക്ടിന് IT പാർക്ക് സ്ഥാപിക്കാൻ ഭൂപരിധി ഇളവ് നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ കൃഷി പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഇളവ് അനുവദിക്കണമെന്നും വ്യവസായ വകുപ്പിന്റെ കുറിപ്പിൽ പറയുന്നു. ആവശ്യം മന്ത്രിസഭ അംഗീകരിച്ചതോടെ എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിൽ 95.44 ഏക്കറും കൊടുങ്ങല്ലൂരിൽ 32.41 ഏക്കറും അനുവദിച്ച് മാർച്ച് 2-ന് സർക്കാർ ഉത്തരവിറങ്ങി. 127 ഏക്കർ നെൽവയൽ നികത്തുന്നതിന് സന്തോഷ് മാധവന് നൽകിയ അനുമതി വിവാദമായതോടെ ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF സർക്കാർ 5 വർഷക്കാലവും കർഷകരെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് പിണറായി വിജയൻ. റബ്ബർ സംഭരണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്നും പിണറായി പറഞ്ഞു. അടൂരിലെ LDF സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2011 UDFനെ അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച കർഷകരുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ. അവരോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കി, എന്താ നിങ്ങൾ
അനുഭവിച്ചത് എങ്ങനെയാണ് UDF കാണുന്നത്? അവർ രോഷം കൊണ്ടങ്ങനെ പൊട്ടിത്തെറിക്കും. പലരും പരസ്യമായി പറയും ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഒരു അക്കിടി പറ്റാനുണ്ടോ? നല്ല രീതിയിൽ കാർഷിക വൃത്തിയിൽ ജീവിച്ചു പോകുന്നവരല്ലേ കർഷകർ? അവരുടെ ജീവിതമല്ലേ തകർത്ത് കളഞ്ഞു? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനായി വോട്ട് വണ്ടി പ്രയാണം തുടങ്ങി. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ വാഹന പ്രചരണ യാത്ര നടത്തുന്നത്. വോട്ടിന്റെ കൃത്യത ഉറപ്പാക്കുന്ന വിവിപാറ്റ് എന്ന പുതിയ സംവിധാനം പരിചയപ്പെടാനും വോട്ട് വണ്ടി അവസരമൊരുക്കുന്നു. വോട്ടർമാരെ ബോധവൽക്കരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വോട്ട് വണ്ടി പ്രയാണം തുടങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട രീതിയോടൊപ്പം ജനാധിപത്യ അവകാശങ്ങളെപ്പറ്റിയും ബോധവൽക്കരിക്കുന്ന ചിത്രപ്രദർശനമാണ് വോട്ട് വണ്ടിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്നതിനായുള്ള പരിശീലന സൗകര്യവും വോട്ട് വണ്ടിയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പുതുതായി നടപ്പാക്കുന്ന വിവിപാറ്റ് സംവിധാനത്തെ പരിചയപ്പെടാനും വോട്ട് വണ്ടി അവസരമൊരുക്കുന്നു. വിവിപാറ്റിലൂടെ തങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് വോട്ടർക്ക് സ്വയം വ്യക്തത വരുത്താം. വോട്ട് രേഖപ്പെടുത്തപ്പെട്ട ചിഹ്നമടങ്ങുന്ന സ്ലിപ്പ് 8 സെക്കൻഡ് നേരത്തേക്ക് വോട്ടർക്ക് കാണാനാകും. നേമം, വട്ടിയൂർക്കാവ്, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃക്കാക്കര, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് നോർത്ത്, കണ്ണൂർ എന്നീ 12 മണ്ഡലങ്ങളിലാണ് ഇത്തവണ വിവിപാറ്റ് സംവിധാനമുണ്ടാവുക. തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ EK മാജി വോട്ട് വണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. Increase the voting percentage by sensitizing the voters of Kerala and trying to reach out to each and every voter. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പും സംയുക്തമായാണ് വോട്ട് വണ്ടി സജ്ജീകരിച്ചത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകൾ കേന്ദ്രീകരിച്ച് 3 വോട്ട് വണ്ടികൾ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വിജയം ഉറപ്പിക്കാനായി മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TN സീമയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ടെലിവിഷൻ അവതാരകയുമായ ഭാഗ്യലക്ഷ്മി വോട്ടർമാർക്ക് മുന്നിലെത്തിയത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി TN സീമയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകുക, വിജയിപ്പിക്കുക. ഈ അഭ്യർത്ഥന നടത്തുന്നത് മറ്റാരുമല്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ടെലിവിഷൻ അവതാരകയുമായ ഭാഗ്യലക്ഷ്മി. ഇങ്ങനെ വോട്ടഭ്യർത്ഥന നടത്തുന്നതാകട്ടെ തന്റെ പ്രിയ സുഹൃത്തിനു വേണ്ടിയും. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള താൻ ആദ്യമായാണ് രാഷ്ട്രീയ പ്രചരണത്തിന് ഇറങ്ങുന്നതെന്നും അത് പ്രിയ സുഹൃത്ത് TN സീമയ്ക്ക് വേണ്ടിയായതിനാൽ ഏറെ സന്തോഷമുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനം സാധാരണഗതിയിൽ എനിക്ക് ഇല്ലായിരുന്നു. പക്ഷെ വ്യക്തമായ നിലപാടുകളുണ്ട്, ഏത് പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന്. ആദ്യമായിട്ട് ഇറങ്ങുന്നത് തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ TN സീമയ്ക്ക് വേണ്ടി. അത് സുഹൃത്ത് എന്നതിലുപരി നല്ലൊരു രാഷ്ട്രീയ നേതാവായിരിക്കും തീർച്ചയായിട്ടും. യാതൊരുവിധ അഴിമതി ആരോപണങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ ഒരു സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് നമ്മളെപ്പോലുള്ള ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ഒരു ആവശ്യമാണ്. പ്രചരണത്തിൽ ഭാഗ്യലക്ഷ്മി എത്തിയതിലുള്ള സന്തോഷം LDF സ്ഥാനാർത്ഥി TN സീമയും പങ്കുവച്ചു. ഞങ്ങൾ ഏതാണ്ട് എല്ലാ പ്രദേശത്തും കഴിയുന്നത്ര സ്ഥലങ്ങളിൽ വീടുകളടക്കം സന്ദർശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് ഭാഗ്യലക്ഷ്മി ഈ പ്രചരണത്തിൽ പങ്കാളിയാകാൻ വരാം, വലിയ തിരക്കുള്ള ഇതിനിടയിലും വരാമെന്ന് പറഞ്ഞത് വളരെ സന്തോഷം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ സുഹൃത്തുക്കളുടെയും അഭ്യുതകാംക്ഷികളുടെയും ഒക്കെ തന്നെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. അത്തരത്തിൽ കഴിയുന്നത്രയും ഇടങ്ങളിൽ തന്റെ സുഹൃത്തിനു വേണ്ടി വോട്ടഭ്യർത്ഥന നടത്തിയാകും ഭാഗ്യലക്ഷ്മി മടങ്ങുക. സുനിൽ അൽമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൈരളി TV USAയും ന്യൂയോർക്കിലെ കേരള സെന്ററും സംയുക്തമായി കേരള ഇലക്ഷൻ 2016 ഡിബേറ്റ് ന്യൂയോർക്കിൽ നടന്നു. കൈരളി USA പ്രതിനിധി ജോസ് കാടാപുറം ആങ്കറായ ഡിബേറ്റിൽ ഇടത് വലത് അനുഭാവികളും BJP പ്രതിനിധികളും പങ്കെടുത്തു. മന്ത്രിസഭയ്ക്കെതിരെ 131 കേസുകളുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ 31 ആരോപണമില്ലാത്തത് ആരുമില്ലെന്ന്. കുടിവെള്ളത്തിന് ജനം നെട്ടോട്ടം ഓടുമ്പോൾ പാടങ്ങളും തണ്ണീർത്തടങ്ങളും കാശ് വാങ്ങി പതിച്ചു കൊടുക്കുകയാണെന്നും എന്ന് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവർ പറഞ്ഞപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വികസനത്തിന്റെ പാത തെളിയിച്ച് ഗവൺമെന്റാണെന്നായിരുന്നു UDF പ്രതിനിധികളുടെ അവകാശവാദങ്ങൾ. കോന്നി പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് അവസാനിപ്പിക്കുന്നു. +2 പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. അതേസമയം കേസ് CBI അന്വേഷിച്ചാൽ മാത്രമേ സത്യം പുറത്തുവരുമെന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടികളുടെ ബന്ധുക്കൾ. കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായിരുന്ന ആതിരയും ആര്യയും രാജിയും
ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത് 9 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഇവരുടെ ദുരൂഹ മരണത്തിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലില്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. +2 പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ ഇവർ വീട് വിട്ടിറങ്ങുകയും ആത്മഹത്യ ചെയ്തുവെന്നുമാണ് റിപ്പോർട്ട്. ആത്മഹത്യാ സൂചന നൽകുന്ന വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് സന്ദേശങ്ങളും ഇതിന് തെളിവായി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട പെൺകുട്ടികളുടെ ബന്ധുക്കൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി കേസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം CBI കേസ് ഏറ്റെടുത്താൽ മാത്രമേ യഥാർത്ഥ മരണകാരണം പുറത്തുവരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടികളുടെ ബന്ധുക്കൾ. നമുക്ക് പോലീസ് അന്വേഷണം, അതായത് കോടതിയിൽ നിന്ന് കിട്ടിയ പേപ്പറുകൾ അനുസരിച്ച് പോലീസ് അന്വേഷണം കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ളതാണ്. അത് നമുക്കത്ര സ്വീകാര്യമല്ല. നമുക്ക് CBI അന്വേഷണം അല്ലെങ്കിൽ അതിന്റെ മേളിലോട്ടുള്ള ഏതെങ്കിലും കോടതി സമീപിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് നമ്മുടെ പ്ലാൻ. അന്വേഷണ റിപ്പോർട്ട് ആത്മഹത്യയാണെന്ന് കാണിച്ച് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ അലയുന്നുണ്ട്. പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ ആത്മഹത്യ ചെയ്തെന്ന് പോലീസ് പറയുന്ന പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങി 3 ദിവസം എന്തിന് കാത്തിരുന്നു എന്നത് ഒന്നാമത്തെ ചോദ്യമാണ്. എന്തിനാണ് 2 തവണ ഇവർ ബാംഗ്ലൂരിൽ പോയത് എന്ന് രണ്ടാമത്തെ ചോദ്യം. ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഇവിടെ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വെള്ളാപ്പള്ളിക്കെതിരായ മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാതെ വിജിലൻസിന്റെ ഒളിച്ചുകളി. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 മാസം വേണമെന്ന് വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകൻ ശക്തമായി എതിർത്തു. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകി. 15 സാക്ഷികളെയും 50 രേഖകളും പരിശോധിക്കാനുള്ളതിനാലാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കാലതാമസമെന്ന് വിജിലൻസ് കോടതിയിൽ അറിയിച്ചു. വെള്ളാപ്പള്ളിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് വിജിലൻസ് തന്നെ 4 മാസങ്ങൾക്ക് മുൻപ് കോടതി അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം അന്വേഷണം മന്ദഗതിയിലായതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. കേസ് തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാനായി കോടതി മാറ്റി. ഡോക്ടർ തോമസ് ഐസക് MLA ഫേസ്ബുക്ക് ഡയറി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഭരത് മമ്മൂട്ടി നിർവഹിക്കും. വൈകിട്ട് 4-ന് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നടക്കുന്ന പ്രകാശന കർമ്മത്തിൽ പ്രൊഫസർ MK സാനു മുഖ്യപ്രഭാഷണം നടത്തും. തന്റെ ഫേസ്ബുക്ക് പേജിലെ പ്രധാന പോസ്റ്റുകൾ ചേർത്താണ് ഫേസ്ബുക്ക് ഡയറി. തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ ദൈനംദിനം കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഡോക്ടർ തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് ഡയറിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഫേസ്ബുക്കിൽ എഴുതിയ 5000-ഓളം കുറിപ്പുകളിൽ നിന്നും വിവിധ മേഖലകളെ ഉൾപ്പെടുത്തി തിരഞ്ഞെടുക്കപ്പെട്ട 120 എണ്ണമാണ് പുസ്തകത്തിലുള്ളത്. പുസ്തകത്തിന്റെ പ്രകാശനം വൈകിട്ട് 4 മണിക്ക് മണ്ണഞ്ചേരിയിൽ പ്രശസ്ത ചലച്ചിത്രതാരം ഭരത് മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ വോട്ടർമാരിൽ ഒരു 20% വരുന്ന യുവജനങ്ങൾ നവമാധ്യമം വായിക്കുന്നുള്ളൂ. അവർ TV കാണുന്നില്ല, പത്രം ഒട്ടും വായിക്കുന്നില്ല. അപ്പം അവരിലേക്ക് എങ്ങനെ എത്തിപ്പെടാം? ഒരു സംശയം വേണ്ട, നമ്മൾ നവമാധ്യമങ്ങളിലൂടെ ഇടപെട്ടേ തീരൂ. ഒരു ഡയറി വായിക്കുന്നത് പോലെ ആസ്വാദ്യകരമായാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. QR കോഡ് രേഖപ്പെടുത്തി പുറത്തിറങ്ങുന്ന മലയാളത്തിലെ ആദ്യ പുസ്തകമാണിത്. സ്മാർട്ട് ഫോണിൽ ഈ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റും ചിത്രങ്ങളും ലഭ്യമാകും. മണ്ണഞ്ചേരിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ MK സാനു മുഖ്യപ്രഭാഷണം നടത്തും. DC ബുക്സ് MD രവി പുസ്തകം പരിചയപ്പെടുത്തും. നിരവധി പ്രമുഖർ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട DYFI നേതാവ് ഭാസ്കര കുമ്പളയ്ക്ക് ആയിരങ്ങളുടെ സ്മരണാഞ്ജലി. ഭാസ്കര കുമ്പളയുടെ 19ാം രക്തസാക്ഷിത്വ വാർഷിക ദിനം കാസർഗോഡ് കുമ്പളയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. യുവജന പരേഡ്, പ്രകടനം, പൊതുസമ്മേളനം എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DYFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. 2 മാസം നീണ്ടു നിൽക്കുന്ന അജ്മാൻ വാണിജ്യോത്സവം ആരംഭിച്ചു. അജ്മാൻ സിറ്റി സെന്ററിന് സമീപം വിശാലമായ മൈതാനത്താണ് വാണിജ്യോത്സവം നടക്കുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. വീട്ടുപകരണങ്ങളുടെയും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരമൊരുക്കിയാണ് അജ്മാൻ വാണിജ്യോത്സവം. അജ്മാൻ ഫ്രീ സോൺ ലേബർ മുൻ ഡയറക്ടർ നാസർ ബിൻ റാഷിദ് വാണിജ്യോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രോണിക്സ്, വീട്ടുപകരണങ്ങൾ, കോസ്മെറ്റിക്സ് തുടങ്ങിയവർക്ക് 25 മുതൽ 75% വരെ വിലക്കിഴിവ് നൽകുമെന്ന് സംഘാടകരായ സാറ ഹൗസ് ഹോൾഡിംഗ് ട്രേഡിംഗ് മാനേജർ ജംഷി ഗുരുവായൂർ അറിയിച്ചു. ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ്, ഹൗസ് ഹോൾഡ്, പെർഫ്യൂംസ്, ഗാർമെന്റ്സ് എല്ലാ പ്രൊഡക്ട്സും വരുന്നുണ്ട്. അതിൽ ഇലക്ട്രോണിക്സിലും ഹോം അപ്ലയൻസിലും ഒക്കെ നല്ല എല്ലാ ബ്രാൻഡ്സിന്റെയും നല്ല ക്ലിയറൻസ് സെയിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. AA സൺസ്, അൽമസാർ, ബെറ്റർ ലൈഫ്, മിസ്റ്റർ ലൈറ്റ്, കെൻവുഡ്, പാരാജോൺ തുടങ്ങിയവരുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നതെന്ന് സംഘാടകരിൽ ഒരാളായ ഫിറോസ് ഉസ്മാൻ പറഞ്ഞു. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ തൊട്ടിലാട്ടം, നിരവധി റൈഡിംഗ് തുടങ്ങിയവയും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായാണ് അജ്മാനിൽ ഇത്തരമൊരു വാണിജ്യോത്സവം സംഘടിപ്പിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. വാണിജ്യോത്സവം 2 മാസം നീണ്ടു നിൽക്കും. ന്യൂസ് ബ്യൂറോ, ദുബായ്.
കഴിഞ്ഞ 2 വർഷമായി മത്സ്യകൃഷി രംഗത്ത് സജീവമാണ് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ സ്വദേശി സാബു. നല്ല ആദായം ലഭിക്കുന്ന കൃഷി എന്നത് മാത്രമല്ല, മീനുകളോടുള്ള താല്പര്യം കൂടെയാണ് സാബുവിനെ മത്സ്യകൃഷിയിലേക്ക് എത്തിച്ചത്. വിവിധ കൃഷിരീതികൾ പരീക്ഷിച്ച ശേഷമാണ് സാബു മത്സ്യകൃഷി രംഗത്തേക്ക് കടന്നു വരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ചെന്ന് കൃഷിരീതി പഠിച്ചാണ് ഇതിലേക്ക് വന്നതും. കുമ്പഴക്കടുത്തുള്ള പാറമട വാടകയ്ക്കെടുത്താണ് മത്സ്യകൃഷി നടത്തുന്നത്. പഞ്ചായത്ത് നൽകിയ 6000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെയും സ്വന്തമായി വാങ്ങിയ മത്സ്യക്കുഞ്ഞുങ്ങളെയും ഉപയോഗിച്ചായിരുന്നു കൃഷിയുടെ തുടക്കം. നല്ല ആദായം ഇതുവഴി ലഭിക്കുന്നുണ്ടെന്നാണ് സാബു പറയുന്നത്. ഈ സിലോപ്പിയൊക്കെ 3 കിലോ വരെ ഒരു വർഷം കൊണ്ടാകുന്നു. ഇപ്പൊ ഏകദേശം ഒരു 8 മാസമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 8 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വിളവെടുക്കാണ്. അപ്പോൾ ഇത് കുളം മൊത്തം പറ്റിച്ചാൽ നമ്മൾ മീനെ പിടിക്കുന്നത്. കുഞ്ഞുങ്ങളെ മാറ്റിയിടുക, പിന്നെ പ്രായമായ വലുതായ മീനെ നമ്മൾ വിൽക്കുകയാണ്. പച്ചക്കറി മാലിന്യവും തണ്ണിമത്തനും മറ്റുമാണ് പ്രധാന ആഹാരങ്ങൾ. ഒരു വർഷം എത്തുമ്പോഴാണ് വിളവെടുക്കുക. ചെറു കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി വലിയ മോട്ടോർ ഉപയോഗിച്ച് പാറമടയിലെ വെള്ളം വറ്റിച്ച ശേഷമാണ് വിളവെടുപ്പ്. ചില മത്സ്യങ്ങൾ അപ്പോഴേക്കും 1-2 കിലോയോളം വലുപ്പം വെക്കും. മറ്റ് കൃഷിരീതികൾ പിന്തുടരുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധ മത്സ്യകൃഷിക്ക് നൽകണമെന്നാണ് സാബു പറയുന്നതും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കണ്ണൂർ KAP ബറ്റാലിയനിൽ ട്രെയിനുകളുടെ മുടി മുറിച്ചത് ശരിയായില്ലെന്നാരോപിച്ച് ചുട്ടുപൊള്ളുന്ന വെയിലിൽ പുഷപ്പ് ചെയ്യിച്ചത് വിവാദമാകുന്നു. KAP 4-ാം ബറ്റാലിയനിലെ 12 പേർക്കാണ് സൂര്യതാപത്തിൽ പൊള്ളലേറ്റത്. ഇവർക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ പോലും അധികൃതർ തയ്യാറായില്ല. മാങ്ങാട്ടുപറമ്പ് KAP 4-ാം ബറ്റാലിയനിലെ പുതിയ ട്രെയിനി ബാച്ചിലെ 12 പേരെ മുടിമുറിച്ചത് ശരിയായില്ലെന്ന കാരണം പറഞ്ഞ് ബുധനാഴ്ച പകൽ 1 മണി മുതൽ ബാരക്കിനു മുന്നിലെ റോഡിൽ കിടന്ന് പുഷപ്പ് എടുക്കാൻ ഹവിൽദാർ പ്രകാശൻ ശിക്ഷിക്കുകയായിരുന്നു. റോഡിൽ കത്തുന്ന വെയിലേറ്റ് കിടന്ന യുവാക്കളുടെ ശരീരം പൊള്ളിത്തിണർത്തു. പലരും കുഴഞ്ഞു വീണു. 7 മാസം പരിശീലനം പൂർത്തിയാക്കിയവരോടാണ് വെള്ളം പോലും നൽകാതെ ഈ കൊടും ക്രൂരത കാട്ടിയത്. സംഭവം പുറത്തറിഞ്ഞതോടെ കമാൻഡന്റ് KP ഫിലിപ്പ് അടിയന്തരാന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. വെള്ളിയാഴ്ച രാവിലെ 12 യുവാക്കളും KAP ബറ്റാലിയൻ ആശുപത്രിയിൽ ചികിത്സ തേടി. ശരീരമാസകലം പൊള്ളലേറ്റിട്ടും വിശദമായ ചികിത്സ ഇവർക്ക് ലഭ്യമാക്കിയിട്ടില്ല. അസിസ്റ്റന്റ് കമാൻഡന്റ് 12 പേരുടെയും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ആവേശവും ആശ്വാസവുമായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനം. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലെയും LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ച അദ്ദേഹം വരൾച്ച മൂലം കെടുതി അനുഭവിക്കുന്ന പുൽപ്പള്ളിയിലെയും മുള്ളൻകൊല്ലി പ്രദേശങ്ങളും സന്ദർശിച്ചു.